നിലവിൽ ഇവിടെ CMS അതായത് കോട്ടയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന CMS സ്കൂളിലാണ് ഇപ്പോൾ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ അതായത് നഗരത്തിൽ തന്നെ ആദ്യമായി തുറക്കുന്ന, അതായത് സ്ഥിരമായി അല്ലെങ്കിൽ എല്ലാ വെള്ളപ്പൊക്കാലത്തും ദുരിതമനുഭവിക്കുന്ന ഒരുപാട് പേരുകളുള്ള വാർഡുകളാണ്. അതായത് 48 വാർഡുകൾ. അതോടൊപ്പം തന്നെ കോട്ടയം, അതോടൊപ്പം തന്നെ ഈ അടുത്തുള്ള 2 പഞ്ചായത്തുകളിലെ ആളുകളാണ് നിലവിൽ ഈ ക്യാമ്പിലുള്ളത്. എന്തായാലും 95 പേരാണ്, അതായത് 33 കുടുംബങ്ങളിൽ നിന്നായി 95 പേർ നിലവിൽ ഈ ക്യാമ്പിലുണ്ട്. കുട്ടികളടക്കമുള്ളവരുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇടവിട്ട മഴ, അതായത് കനത്ത മഴയിൽ നിന്ന് നേരിയ ശമനമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ക്യാമ്പിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക് പോയി അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്നുള്ള ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിക്കാൻ പോയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ആളുകൾ അവരോട് ചേട്ടൻ്റെ വീട് എവിടെയായിട്ട് വരുന്നത്? എൻ്റെ വീട് ചുങ്കം മള്ളൂശ്ശേരി. വെള്ളമായിരുന്നു ഭയങ്കര വെള്ളം. മൂന്ന് ദിവസമായിട്ട് ക്യാമ്പിലാണ്. 3 ദിവസമായിട്ട് ക്യാമ്പിലാണ്. ചേട്ടൻ്റെ ചുങ്കം, അതായത് ഇത് നമ്മുടെ ഈ ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു പ്രദേശമാണ് ചുങ്കം. അപ്പോൾ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായതുകൊണ്ട് തന്നെ അവർ ക്യാമ്പിലേക്ക് വരേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ ഈ വാർഡിലെ തന്നെ ഒരു കൗൺസിലറുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇവിടെ മൊത്തം എത്ര കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ 33 കുടുംബങ്ങൾ, 96 പേരോളം ഉണ്ട്. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് പഴയ സെമിനാരി, കൊച്ചാന, ആ വഴി. ഈ മീനച്ചിലാറിൻ്റെ തീരങ്ങളാണ് അവിടെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ്. ഏറ്റവും ആദ്യം മുനിസിപ്പാലിറ്റി ക്യാമ്പ് തുടങ്ങുന്നത് നമ്മുടെ CMS സ്കൂളിലാണ്. നിലവിൽ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പം മറ്റു മേഖലകളിൽ എങ്ങനെയാണ് ബാക്കി വെള്ളം? ഇന്ന് രാവിലെ തൊട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. 2 ദിവസം കൊണ്ടും മാക്സിമം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഴ ശമിച്ചു നിൽക്കുന്നത് ഒരു പ്രതീക്ഷ ഈ ക്യാമ്പിലവർക്ക് നൽകുന്നുണ്ട്. കാരണം ഒരുപാട് പേർ അതായത് ശനിയാഴ്ചയാണ് ഇവിടെ ക്യാമ്പ് ആരംഭിക്കുന്നത്. അന്നു മുതൽ ആളുകൾ എത്തി. ഇപ്പോൾ 100ഓളം പേർ ക്യാമ്പിലുണ്ട്. അപ്പോൾ പല വാർഡുകളിൽ നിന്നുള്ളവർ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളവർ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് വീടുകളിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയോ? വീടുകളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയില്ല, ശകലം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല. ചേട്ടൻ്റെ വീട് എവിടെയായിട്ട് വരുന്നത്? എൻ്റെ വീട് ഈ സ്കൂളിൽ താഴെ പള്ളിത്താഴെ എന്ന് പറഞ്ഞ ഭാഗം. പോയി നോക്കിയിരുന്നു? പോയി നോക്കിയിരുന്നു. ഇറങ്ങിയിട്ടില്ല. അങ്ങേയറ്റം പോയ ഒരു ഇഞ്ച് 2 ഇഞ്ച് അത്ര വ്യത്യാസമേ ഉള്ളൂ. ക്യാമ്പിലേക്ക് മാറുന്നുണ്ട്. ശനിയാഴ്ച ഞങ്ങൾ കയറിയായിരുന്നു. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പം മണ്ണും കാര്യങ്ങളും നീക്കുന്നത് അതാ ഉള്ളൊരു പണി, എപ്പോഴുള്ളൊരു പണിയല്ലേ അത്. വെള്ളം ഇറക്കി കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടായി ഇറങ്ങുമ്പോൾ ഉള്ള പരിപാടി, ക്ലീനിങ്ങും കാര്യങ്ങളും. പിന്നെ അതിനിടയ്ക്ക് വല്ല പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിസ്കി കാര്യങ്ങളല്ലേ. എങ്ങനെയുണ്ട്? വീട്ടിൽ പോയി നോക്കിയിരുന്നോ? നോക്കിയില്ല, വെള്ളം കൊണ്ട് വയ്യെന്ന് മകൻ പറഞ്ഞു വിളിച്ച്. മകൻ അവിടെ വീട്ടിലാണോ? അല്ല, മകൻ ഇവിടെ ആയിരുന്നു. ഇപ്പൊ പോയി നോക്കിയപ്പോ പറഞ്ഞു കുറവൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. എത്ര ദിവസമായി ക്യാമ്പിൽ വന്നിട്ട്? 3 ദിവസമായി. ഉടനെ പോകാൻ പറ്റുന്ന പ്രതീക്ഷയുണ്ടല്ലോ, കുറഞ്ഞു നിൽക്കുകയാണ്. ചേട്ടി, എങ്ങനെയുണ്ട്? വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു? പള്ളിത്താഴ ഭാഗം താഴെ. ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം വന്നു. പോയി നോക്കി, ചങ്കരമുകളി വെള്ളം. വെള്ളമായി വീടിനകത്ത്. കുറയാൻ പ്രാർത്ഥിക്കുക. ക്യാമ്പിൽ കുഴപ്പമില്ല, ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർ, അതായത് ഈ വലിയ വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശമാണ് ഈ വെള്ളപ്പുര, അതുപോലെ കൊച്ചാന അടക്കമുള്ള, അതായത് ഈ മീനച്ചിലാറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അതായത് കിഴക്കൻ വെള്ളം എത്തുന്ന മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ വീടുകളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. എന്തായാലും കോട്ടയം നഗരത്തിലെ CMS സ്കൂളിലെ ക്യാമ്പാണ് കണ്ടത്. അവിടെയും ആളുകൾ വീട്ടിലേക്ക് എപ്പോൾ പോകാനാകുമെന്നൊരു ആശങ്ക ഇപ്പോഴുമുണ്ട്. കാരണം വെള്ളം പൂർണ്ണമായും ഇറങ്ങാത്ത സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ആ ദുരിതമുണ്ട്. എന്തായാലും മഴ അല്പം മാറി നിൽക്കുന്നതിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങാനാകുമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ.